ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിനേക്കാൾ പ്രൗഢിയുള്ള ഒരു മില്ലത്താകാൻ നിങ്ങൾ നോക്കുകയാണോ? ഔ മുഫ്തതിഹു മിൻ ബാബി ളലാല, അതല്ല നിങ്ങൾ ളലാലത്തിന്റെ വഴി തുറന്നതോ? ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതകാലത്ത് അവിടുത്തെ സ്വഹാബിമാർ ആ പ്രവാചകന് ശേഷം ജാഗ്രത പാലിച്ച ഒരു വിഷയമാണിത്. വഴികേടിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒന്നാമത്തെ ബിന്ദുവിൽ തന്നെ പിടിക്കുക എന്നുള്ളത്. ഒരാൾക്കും ഇത് നിഷേധിക്കാൻ കഴിയില്ല. വഴികേടിലേക്ക് പോകുന്ന സമുദായത്തെ അതിന്റെ ഒന്നാമത്തെ ബിന്ദുവിൽ പിടിക്കുവാൻ മുസ്ലിം സമൂഹം ശ്രമിച്ചു പോന്നിട്ടുണ്ട്. പ്രവാചകൻ ശ്രമിച്ചിട്ടുണ്ട്, സ്വഹാബത്ത് ശ്രമിച്ചിട്ടുണ്ട്, ചരിത്രത്തിൽ പണ്ഡിതന്മാർ ശ്രമിച്ചിട്ടുണ്ട്. ആ ദൗത്യമാണ് പണ്ഡിതന്മാർ നിർവഹിക്കേണ്ടത്. ഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ ഇന്നമാ വറസു അൽ ഇൽമ ഫമൻ അഖദഹു അഖദ ബിഹള്ളിൻ വാഫിർ. പ്രവാചകന്മാർ വിട്ടേച്ചു പോയത് നോട്ടിന്റെ കെട്ടുകളും ദീനാറുകളും ദീർഘമുകളുമല്ല. ഇന്നമാ വറസു അൽ ഇൽമ. പ്രവാചകന്മാർ വിട്ടേച്ചു പോയത് വിവരമാണ്, ജ്ഞാനമാണ്, അറിവാൻ. അത് മുറുകെ പിടിച്ചവർ, അത് പ്രചരിപ്പിച്ചവർ, അതിനുവേണ്ടി പണിയെടുത്തവർ, അതനുസരിച്ച് ജീവിച്ചവർ, അവരാണ് രക്ഷപ്പെടുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതുകൊണ്ട് മുടിപൂജകരുടെ വിഷയത്തിൽ എന്തെങ്കിലും നടന്നുകൊള്ളട്ടെ എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് മുസ്ലിം സമൂഹം വഴിതെറ്റുന്നത് കാണുമ്പോൾ വഴികേടിന്റെ ഒന്നാമത്തെ ബിന്ദുവിൽ തന്നെ തിരുത്തിയിട്ടുള്ള പ്രവാചക പൈതൃകത്തെയും സഹാബത്തിന്റെ പാരമ്പര്യത്തെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിലും ഇവര് പ്രവാചകന്മാരോടുള്ള ബഹുമാനം കൊണ്ടൊന്നല്ല. ഇങ്ങനെ ബഹുമാനിച്ച പ്രവാചകന്മാർ തെരുവിൽ ജനങ്ങളുടെ മുമ്പിൽ വഷളാവുകയേ ചെയ്യൂ. നിങ്ങൾക്കൊക്കെയും ഞാൻ ഈ പറയുന്ന കാര്യം ബോധ്യപ്പെടും. ഇത് പ്രവാചകന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മഹാന്മാരെയും അവഹേളിച്ചതിന്റെ പാരമ്പര്യമാണ് ഇക്കൂട്ടർക്കുള്ളത് എന്നതിന് നിരവധി രേഖകൾ എന്റെ കയ്യിലുണ്ട്. എല്ലാത്തിലേക്കും കൂടി പോകാൻ ഇപ്പൊ നേരമില്ല. ഇത്രയൊക്കെ പറഞ്ഞു സ്ഥിതിക്ക് ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം. പ്രവാചകന്മാരെ മാത്രമല്ല, മഹാന്മാരെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുകയും അതിനവർക്കില്ലാത്ത മഹത്വങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ ജനമധ്യത്തിൽ അവരെ വഷളാക്കുകയും ചെയ്തതിന്റെ പാരമ്പര്യമാണ് നമ്മുടെ പൗരോഹിത്യത്തിന് എക്കാലത്തുമുള്ളത്. അഹമ്മദുൽ കബീർ റിഫായി എന്ന് പറയുന്ന മഹാനുണ്ട്. അദ്ദേഹം പണ്ഡിതനാണ്. ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാനത്തിനു വേണ്ടിയും ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും പരിശ്രമിച്ച പണ്ഡിതനും സാത്വികനുമാണ് അഹമ്മദുൽ കബീർ റിഫായി എന്ന് പറയുന്ന മഹാനവർകൾ. ഈ മഹാനവർകളുടെ വിഷയത്തിൽ ഈ മഹാനെ പറ്റി ഇവര് പറഞ്ഞു പാടി ഒരു മാലയുണ്ട്, റിഫായി മാല. റിഫായി മാലയിലെ ഈ മഹാനെ പറ്റി പറയാം. അഹമ്മദുൽ കബീർ റിഫായി എന്ന് പറയുന്ന മഹാനവർകൾ ചെണ്ടയും കൊട്ടിക്കൊണ്ട് കഅബ തവാഫ് ചെയ്യാൻ ചെന്നു. ചെണ്ട കൊട്ടിക്കൊണ്ട് എന്നപ്പോ മക്കാര് പറഞ്ഞു, ചെണ്ട കൊട്ടിയിട്ടൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ചെയ്യും പോലെ ചെയ്താൽ മതി. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ആരപ്പ എന്നോട് പറയാൻ? കുരുത്തക്കേട് ഇങ്ങനെ സ്റ്റോക്കായിട്ട് നടക്കുകയാണ് കയ്യിൽ, എപ്പോ വേണമെങ്കിലും എടുക്കാം എന്ന മട്ടില് അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം ചെണ്ട ഒരു മതിലിൽ കൊളത്തിയിട്ട് കഅബത്തോട് ചെണ്ടയെ തവാഫ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കഅബം ചെണ്ടയെ തവാഫ് ചെയ്തപ്പോ അള്ളാഹു തന്നെ അന്തം വിട്ടുപോയി. ഞാൻ വെറുതെ പറയല്ല. മുന്നം തുടിമുട്ടി കഅബാനെ ചുറ്റുമ്പോൾ, മുന്നം തുടിമുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കികൾ ഇவ்விதം വേണ്ടാന്ന് ചൊന്നോവർ ഉടനെ റിഫായി മാദിലും കുളത്തിയാൽ അഫഫുൽ കഅബം തവാഫെന്ന് ചൊന്നോവർ ഉടനെ കഅബം തൂളുങ്കുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലാ വിളിച്ചോവർ. ഇത്തിരി ഓവറായി എന്നത് എഴുതിയ ആൾക്ക് തന്നെ ശരിക്കും തോന്നിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. അതായത് മുഹയ്യദ്ദീൻ റിഫായി ശൈഖ് അവർകൾ ചണ്ട മുട്ടിയിട്ട് കഅബം തവാഫ് ചെയ്യാൻ ചെന്നപ്പോ ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞപ്പോ മൂപ്പർക്ക് ദേഷ്യം വന്നു. ചെണ്ട മതിലുമ്മൽ കോത്തിയിട്ട് കഅബം ചെണ്ടയെ തവാഫ് ചെയ്യട്ടെ എന്ന് മഹാനവർകൾ പറഞ്ഞത്രേ. നോക്കണം. ഉടനെ കഅബം തൂളുങ്കുന്ന നേരത്ത് ഒളിവർ റിഫായി എന്നല്ലാ വിളിച്ചോവർ. അതാണ്. ആലോചിച്ച് നോക്കണം. മഹാന്മാരെ പറ്റി ഇതിനേക്കാളൊക്കെ വഷളായതുണ്ട് വേദി പറയാൻ പറ്റാത്തത്. എന്താണ് ഇവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതെന്നോ എവിടെയോ ഒരു ഏടിലല്ല. ഇമ്മാതിരി എല്ലാ കാലകീലകളുടെയും നൂലാമാലകളെ പൊടിതട്ടി പുറത്തെടുത്തിട്ട് പ്രചരിപ്പിച്ച് കാശുണ്ടാക്കാൻ ഈ പൗരോഹിത്യം ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നുവെന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ മുടി എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ടിത് ഒരു ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് നേരത്തെ ഇവിടെ മുജീബുർ റഹ്മാൻ സാഹിബ് സൂചിപ്പിച്ചു. അവതാര സ്വരൂപിണി ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി സരസ്വതി ദേവി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വിഭാഗങ്ങളുണ്ടല്ലോ, ഓരോ കേന്ദ്രങ്ങളും എന്ന് പറഞ്ഞാൽ ഈ കേന്ദ്രത്തിനൊന്നും ടാക്സ് ഇല്ല. ഇവിടുത്തെ വരുമാനത്തിന് ഓഡിറ്റിംഗും ഇല്ല, ടാക്സും ഇല്ല, ചോദ്യവും ഇല്ല, പറച്ചിലും ഇല്ല. പിണറായി വിജയൻ ഒരു പ്രസ്താവന ഇറക്കിയപ്പോ ഇപ്പുറത്തെന്ന് പറഞ്ഞല്ലോ ഇത് മതത്തിന്റെ വിഷയമാണ്.
വിശ്വാസത്തിന്റെ കാര്യമാണ്, മിണ്ടാൻ പറ്റൂല, കുഴപ്പമുണ്ടായി പോകും. ഏത് റസൂലിന്റെ വിഷയത്തിലാണിത്? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു ജനസമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി വന്നോ ആ ജനസമൂഹത്തിന്റെ പിന്നാലെ പിന്തുടർന്ന് നടന്നിട്ട് അവിടുന്ന് വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് മനം നൊന്ത് ആത്മനാശം വരുത്തുമോ എന്ന് അല്ലാഹു ഭയപ്പെട്ട പ്രവാചകൻ. അത്രത്തോളം മനുഷ്യനെ, മുസ്ലിങ്ങളെയല്ല, സ്വന്തം അനുചരന്മാരെയല്ല, മാനവ സമൂഹത്തെ സ്നേഹിച്ച പ്രവാചകൻ. ഞാൻ ഈ ആമ്പാറ്റകളെ തടയുന്നവനെ പോലെയാണ്. ഈ തീക്കുണ്ടാരത്തിന്റെ മനോഹാരിത കണ്ടിട്ട് വിവരമില്ലാതെ അതിലേക്ക് പറന്നെടുക്കുന്ന ഈ ആമ്പാറ്റകളെ തടയുന്നവനെ പോലെയാണ് ഞാൻ. ഞാൻ നിങ്ങളുടെ പിരടിയിൽ പിടിച്ച് പിറകോട്ട് വലിക്കാൻ ശ്രമിക്കുന്നവനാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ റബ്ബുൽ ആലമീൻ എന്ന് പരിചയപ്പെടുത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകാനുഗ്രഹി. അപ്പൊ ലോകാനുഗ്രഹിയായ പ്രവാചകൻ, ലോകത്തിലെ മനുഷ്യരെ അഗാധമായി സ്നേഹിച്ച പ്രവാചകൻ, ലോകത്തിലെ മനുഷ്യർക്ക് വേണ്ടി നിലകൊണ്ട പ്രവാചകൻ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വഴികാട്ടുവാൻ അവിശ്വാസിയായ ഒരു മനുഷ്യനെ വഴികാട്ടിയായി സ്വീകരിച്ച പ്രവാചകൻ, അബൂ താലിബ് എന്ന വിശ്വാസമെന്ന് വിശ്വസിക്കാത്ത തന്റെ പിതാമഹനോ പിതൃവ്യനോട് ജീവിതകാലത്ത് മുഴുവൻ ബഹുമാനവും ആദരവും വെച്ച് പുലർത്തിയ പ്രവാചകൻ, മദീനയിൽ ചെന്ന ശേഷം ആദ്യമായിട്ട് ജൂതന്മാരോട് സന്ധിയിലേർപ്പെട്ട പ്രവാചകൻ, ലോകത്തോട് വിട പറയുമ്പോൾ ജൂതന്റെ കൈവശം ഒരു പടയങ്കി പണയത്തിലായിരുന്ന രീതിയിൽ മറ്റുള്ളവരോട് ബന്ധമുണ്ടായിരുന്ന പ്രവാചകൻ. ആ പ്രവാചകന്റെ മുടിയെപ്പറ്റിയുള്ള ഒരു ചർച്ചയിൽ ഒരു മതപണ്ഡിതൻ പറയുന്നു, മറ്റു മതസ്ഥരും മറ്റു രാഷ്ട്രീയക്കാരും അഭിപ്രായം പറയണ്ട, ഇത് ഞങ്ങളെ സ്വന്തം കാര്യമാണ്. ഈ പ്രവാചകനെ ലോകത്തിന്റെ മാനവമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ മാനവ സമൂഹത്തിന്റെ പൊതുസ്വത്തായ പ്രവാചകനെ സാമ്പത്തികമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഒരു സംഘടനയോ ഒരു മതപണ്ഡിതനോ അവരുടെ സ്വകാര്യ സ്വത്താക്കാൻ ശ്രമിക്കുന്നത് വിശ്വാസികൾക്ക് നോക്കി നിന്ന് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണോ? അതാണ് പ്രശ്നം. അതുകൊണ്ട് സംവാദങ്ങളുടെ എല്ലാ തലങ്ങളെയും, സംവാദങ്ങളാണ് പ്രബോധനത്തിന്റെ വാതിൽ. ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. അതാണ് ഖുർആൻ പറയുന്നത്. ആളുകളോട് സംവദിക്കുക. ഇത് മുസ്ലിം സമുദായത്തോട് സംവദിക്കുന്നതല്ല. ഇത് ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട്, പ്രപഞ്ചനാഥന്റെ ഭാഗത്ത് നിന്നുകൊണ്ട്, പ്രപഞ്ചനാഥൻ വായു പോലെ, വെള്ളം പോലെ, വെളിച്ചം പോലെ മാനവ സമൂഹത്തിന് ഇറക്കിയിട്ടുള്ള ആ മാനവ സമൂഹത്തിന്റെ പൊതുമുതലായ ദർശനമുണ്ടല്ലോ, അതിന്റെ പേരിലുള്ള സംവാദം, അതിനുവേണ്ടിയുള്ള ചർച്ച, അതിലേക്കുള്ള ക്ഷണം, അതാണ് ഈ പറയുന്നത്. ആ ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഏറ്റവും നല്ല രീതിയിൽ അവരോട് സംവാദത്തിൽ ഏർപ്പെടുക. ചർച്ചകളുടെ വഴി തുറക്കുവാൻ അല്ലാഹു ആഹ്വാനം ചെയ്യുമ്പോൾ ചർച്ച വേണ്ട, പ്രകോപനമുണ്ടാകും, കുഴപ്പമാകും എന്ന് ഒരു പുരോഹിതൻ പറയുന്നുവെങ്കിൽ അത് പണ്ഡിതന്റെ പാരമ്പര്യമാണോ അതല്ല പൗരോഹിത്യത്തിന്റെ പൈതൃകമോ? അതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിൽ തീരുമാനമെടുക്കുക, അതിൽ കൃത്യതയില്ലാതെ, അതിലൊരു നിലപാടില്ലാതെ മുതലെടുപ്പിന് നിന്നുകൊടുത്താൽ ഈ വഴികേട് അവസാനം ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറിയാൽ, വഴികേടിലേക്ക് പോയ ഒന്നാമത്തെ ഘട്ടത്തിൽ തന്നെ തിരുത്തിയ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും മാതൃക കൈവിട്ടതിന് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തെറ്റുകളോട് നമുക്ക് നിസ്സംഗത കാണിക്കാൻ കഴിയില്ല. ഇത് നമ്മുടെ സംഘടനാ കക്ഷിത്വത്തിന്റെ വിഷയമല്ല, ഇത് നമ്മുടെ പിടിവാശിയുടെ പ്രശ്നമല്ല, ഇത് നമ്മുടെ ദുരഭിമാനത്തിന്റെ പ്രശ്നമല്ല, ഇത് നമ്മുടെ പാർട്ടി താൽപര്യത്തിന്റെ പ്രശ്നമല്ല, ഇത് സാക്ഷാൽ ദീനുൽ ഇസ്ലാമിന്റെ താൽപര്യമാണ്. ഇത് സാക്ഷാൽ ദീനുൽ ഇസ്ലാമിന്റെ താൽപര്യമാണ്. സ്നേഹം വഴിതെറ്റി വഴികേടിലേക്ക് പോകുന്ന ഒന്നാമത്തെ ബിന്ദുവിൽ തന്നെ പിടിച്ച പ്രവാചക പൈതൃകത്തിന്റെ പുനരാവിഷ്കാരമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഈ സ്വഭാവത്തിൽ നമ്മൾ വിഷയത്തെ കാണാൻ ശ്രമിക്കണം. ഈ സ്വഭാവത്തിൽ നമ്മൾ വിഷയങ്ങളെ പഠിക്കണം. ഇതൊന്നും വൈജ്ഞാനികമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഇവർ സന്നദ്ധമാകൂല. കാരണം അങ്ങനത്തെ യാതൊരു അടിത്തറയും ഇവരുടെ കയ്യിലില്ല. റസൂലുള്ള വിട്ടേച്ചു പോയത് 3 കാര്യങ്ങളാണ്. ഒന്ന്, റസൂലുള്ളയുടെ വാക്ക്, റസൂലുള്ളയുടെ പ്രവൃത്തി, അവിടുത്തെ മൗനാനുവാദം. ഇതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഖുർആനും സുന്നത്തുമാണ് മുസ്ലിം സമൂഹത്തിന്റെ അടിത്തറ. അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക, അതിനുവേണ്ടി നിലകൊള്ളുക, അതിന്റെ മാതൃകയാകാൻ പരമാവധി പരിശ്രമിക്കുക, അതിനെ ഈ കാലഘട്ടത്തിന്റെ ഭാഷയിൽ അവതരിപ്പിക്കുവാൻ പരിശ്രമിക്കുക, അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ മുമ്പിൽ അതിന്റെ നിജസ്ഥിതി വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കുക. അതാണ് വേണ്ടത്. അതാണ് പിണറായി വിജയൻ പോലും പറഞ്ഞു, പ്രവാചകന്റെ മുടിയും നഖവുമല്ല അവിടുത്തെ വാക്കുകളാണ് പ്രധാനം എന്ന്.
അന്ധവിശ്വാസത്തിൽ അവരും ഒട്ടും പിന്നിലൊന്നുമല്ല. അതിലേക്ക് ഇപ്പൊ കടക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ആധുനികതയുടെയും പുരോഗതിയുടെയും മറവിൽ രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തുന്നവരും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയിട്ട് ദർഗകളിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നവരും പ്രയോഗതലത്തിൽ ഒരുപോലെ അന്ധവിശ്വാസം കൊണ്ടു നടക്കുന്നവരാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഇസ്ലാമികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് ഇന്ന് ലോകത്ത് മുസ്ലിം സമൂഹത്തെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം എന്ത് എന്ന് നോക്കണം. ആ ദൗത്യം ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുമോ? അതിനെന്ത് കുറവാണ് നമ്മുടെ കൈവശമുള്ളത് എന്ന് പരിശോധിക്കണം. അവിടെയാണ് മുസ്ലിങ്ങളെ അള്ളാഹു സഹായിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾ അള്ളാഹനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. നിങ്ങളുടെ പാദങ്ങൾക്ക് അവൻ ധൈര്യം നൽകും. ഭീഷണികളും വെല്ലുവിളികളും തൃണവൽക്കരിക്കപ്പെടും. നിങ്ങൾക്ക് അന്തസ്സും അഭിമാനവും ഉണ്ടാകും. നിങ്ങൾ അടിമകളും ഏഴാം കൂലികളും കുനിയാൻ പറയുമ്പോഴേക്ക് കമിഴ്ന്നു കടന്ന് നീന്തുന്നവരുമാണെങ്കിൽ കാൽ കാശിന് വിലയില്ലാത്ത അവസ്ഥയിൽ നടുറോട്ടിലും നാട്ടിൻപുറങ്ങളിലും നാൽക്കവലകളിലും നായ്ക്കളെപ്പോലും നാണിപ്പിക്കുമാറ് അന്തസ്സും അഭിമാനവുമുള്ള ഒരു സമൂഹം അടിമകളും ഏഴകളും പോലെ ആയിത്തീരും. ലോകത്തിന്റെ മുമ്പിൽ ഇത് രണ്ടും കണ്ടിട്ടുണ്ട്.